നമസ്കാരം. ഇസ്രായേൽ ഇറാൻ സംഘർഷം അടുത്ത മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കപ്പെടുമെന്ന ആശങ്ക ഉയർത്തിക്കൊണ്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ആർക്കൊപ്പമാണ്, ആരുടെ ഭാഗത്താണ് ശരി എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം നൽകുക ഇസ്രായേൽ എന്നായിരിക്കും. ലോകത്ത് 195 രാജ്യങ്ങളാണുള്ളത്. നിലവിൽ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ സ്വയംഭരണ അധികാരത്തിനും അതിർത്തി സംരക്ഷണത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാമെന്നതാണ് സത്യം. അതാണ് യാഥാർത്ഥ്യം, അതാണ് രാജ്യത്തിൻ്റെ നീതി. ഇന്ത്യക്ക് എല്ലാ കാലത്തും ഭീഷണിയാവുന്ന പാകിസ്ഥാൻ എന്ന രാഷ്ട്രം നമ്മുടെ രാഷ്ട്രത്തിലേക്ക്, അതിർത്തിയിലേക്ക്, കശ്മീരിലേക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുമ്പോൾ നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കാറില്ല. കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ പൗരന്മാർ, അവരുടെ ജീവൻ, അവരുടെ സുരക്ഷ എന്നിവ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേവലം 78 സ്വതന്ത്ര രാഷ്ട്രങ്ങൾ മാത്രമാണ് ലോകത്തുണ്ടായിരുന്നത്. 1900-ന് ശേഷം മാത്രമാണ് ഇന്ന് ഈ കാണുന്ന 195 രാജ്യങ്ങളും ഉണ്ടാവുന്നത്. എല്ലാ രാജ്യങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ അതിൽ യുദ്ധമുണ്ട്, വെട്ടിപ്പിടിക്കലുണ്ട്, മതമുണ്ട്. എന്നാൽ ഒരു രാഷ്ട്രത്തിന് മാത്രം വർത്തമാന കാലത്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ അർഹതയില്ല എന്ന് ഇറാനും ഇറാന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമും തീരുമാനിച്ചാൽ എന്തു ചെയ്യും? ജൂത ജനതയൊന്നും ജീവിക്കാൻ അർഹരല്ല എന്ന ചിന്തയിൽ നിന്നാണ് അടിസ്ഥാനപരമായി ഇസ്രായേലും ഇറാനും അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഓട്ടോമൻ എംപയറിന്റെ കൈവശമായിരുന്ന ഇസ്രായേലും ഫലസ്തീനും ഒക്കെ ഉൾപ്പെടുന്ന ആ ഭൂപ്രദേശം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഓട്ടോമൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി ബ്രിട്ടൻ ഈ പ്രദേശം കയ്യിലാക്കുന്നു. ലോകത്തിലെ ഏറ്റവും അധികം വേട്ടയാടപ്പെടുന്ന ജൂത ജനതയ്ക്ക് സ്വന്തമായൊരു രാജ്യം കൊടുക്കാമെന്ന് തീരുമാനിക്കപ്പെടുന്നത് 1917-ലെ ബാൽഫർ ഡിക്ലറേഷനിലൂടെയാണ്. ഒടുക്കം 1920-ൽ ലീഗ് ഓഫ് നേഷൻസ് യഹൂദർക്ക് രാജ്യമുണ്ടാക്കി കൊടുക്കാൻ ബ്രിട്ടൻ അധികാരം കൊടുക്കുന്നു. അതിന് 52 രാജ്യങ്ങളുടെ പിന്തുണയും ഉണ്ടായിരുന്നു. ആദ്യം ജൂതന്മാർക്ക് രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് മുൻപ് ലീഗ് ഓഫ് നേഷൻസ് രാജ്യമുണ്ടാക്കാൻ അധികാരം കൊടുത്ത ബ്രിട്ടൻ അറബികൾക്ക് വേണ്ടി ജോർദാൻ നിർമ്മിച്ചു. അതായത് മൊത്തം ഭൂപ്രദേശത്തിന്റെ 77% ജോർദാൻ എന്ന രാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഇതിൽ തന്നെ ഒരു അസമത്വം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും മിച്ചം വന്ന 23% വെച്ച് ജൂതന്മാർക്കുള്ള രാഷ്ട്രത്തിനായി മാറ്റിവെക്കേണ്ടിയിരുന്നു. പക്ഷേ അവിടെയും ജൂതവിരുദ്ധ മസ്തിഷ്കങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആകെ കിട്ടിയ 23% ഭൂമി പ്രദേശവും വീണ്ടും വിഭജിച്ച് ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെടുന്നു. 13-നെതിരെ 33 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. പക്ഷേ അതും അറബികൾക്ക് സ്വീകാര്യമായിരുന്നില്ല. കേരളത്തിന്റെ പകുതി മാത്രം വലിപ്പമുള്ള ഒരു കുഞ്ഞൻ രാഷ്ട്രമാണ് ഇസ്രായേൽ. ഇസ്രായേലി ജൂത ജനത ഇരട്ടി പണം കൊടുത്താണ് തുർക്കികളിൽ നിന്നും അവർക്ക് ലഭ്യമായ പ്രദേശത്തു നിന്നും ഭൂമി വാങ്ങുന്നത്. കയ്യിൽ കിട്ടിയ മുട്ടക്കുന്നുകളെ ആ ജൂത ജനത സ്വർണം വിളയുന്ന ഭൂമിയാക്കി മാറ്റുകയായിരുന്നു. ആ കുഞ്ഞൻ രാജ്യം ലോകം കണ്ട ഏറ്റവും വലിയ സാങ്കേതിക തികവുള്ള രാഷ്ട്രമായി മാറി. ഇസ്രായേൽ എന്ന രാജ്യത്തെ അംഗീകരിക്കില്ല എന്നും ജൂതന്റെ അവസാനം ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾ ഇവർക്കെതിരെ പടവെട്ടാൻ ആരംഭിച്ചു. ഇന്ന് 1948-ൽ പിറന്ന ഇസ്രായേലിന് ഈ ലോകത്ത് അധിവസിക്കാൻ അനുവാദമില്ല എന്ന് പറയുന്നവർ ഈ കഥകളൊക്കെ ഒന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട്. 2012 സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ യോഗത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു ചിത്രം ഉയർത്തിക്കാട്ടിയിരുന്നു. ആ ചിത്രത്തിൽ ഒരു ബോംബിന്റെ കാർട്ടൂൺ ചിത്രം ഉണ്ടായിരുന്നു. രൂപീകരിക്കപ്പെട്ട നാൾ മുതൽ ഇസ്രായേലിനെ മുച്ചൂട് മുടിപ്പിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയ ഇറാൻ അണുബോംബുകൾ നിർമ്മിക്കുന്നുണ്ട് എന്നും അത് തങ്ങൾക്കെതിരെ പ്രയോഗിക്കുമെന്നും ഇസ്രായേൽ അന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ അന്ന് അത് ആരും ചെവിക്കൊണ്ടില്ല. ലോകരാഷ്ട്രങ്ങളോട് കള്ളം മാത്രം പറയുന്ന ഇറാൻ എന്ന രാഷ്ട്രത്തെ അവരുടെ ആണവ പദ്ധതികളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നത് മാത്രമാണ് അവസാന പോംവഴിയെന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നു. ഇറാൻ വളർത്തിവിട്ട തീവ്രവാദ ഗ്രൂപ്പുകളായ ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും 4 ദിക്കിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിച്ചിട്ടും ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം പിടിച്ചു നിൽക്കുകയും പടപൊരുതുകയും ചെയ്യുന്നത് ഏറ്റവും അടിസ്ഥാനപരമായി അവർക്കും ഈ ലോകത്തിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 2025 ജൂണിൽ യുറേനിയൻ സമ്പുഷ്ടീകരണം 90% ഇറാനിൽ കഴിയുമെന്നാണ് സ്ഥിരീകരിച്ച കണക്കുകൾ. ഇറാൻ ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷിയിലേക്ക് എത്തുന്നുവെന്ന് ചുരുക്കം. പതിറ്റാണ്ടുകളായി ഈ ലക്ഷ്യം നേടാൻ ഇറാൻ പ്രവർത്തിക്കുന്നുണ്ട്. കള്ളം പറയുന്നുണ്ട് ലോകത്തോട്, ഞങ്ങൾ അന്നും അങ്ങനെയല്ല ചെയ്യുന്നത്, ഞങ്ങൾ സൈനികേതര ആവശ്യങ്ങൾക്കായാണ് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് എന്നൊക്കെ. ഇത് വിശ്വസിക്കാൻ ഇസ്രായേൽ എന്തായാലും തയ്യാറായിട്ടില്ല. നയതന്ത്രപരമായ ശ്രമങ്ങൾക്കൊന്നും ഇവരെ തടയാനുമായില്ല. അതിനാൽ ഇസ്രായേലിന് തങ്ങളുടെ പൗരന്മാരെ പ്രതിരോധിക്കാൻ ഇറാനെ ആക്രമിക്കുക എന്നതിൽ കവിഞ്ഞൊരു ചോയ്സ് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് ഇസ്രായേലിനെതിരെ ശബ്ദിക്കുന്ന എല്ലാവരും എന്തുകൊണ്ടാണ്
ഇത്രയധികം ജൂതവിരുദ്ധ ജൂത കൂട്ടക്കൊലകൾ നമുക്ക് ചുറ്റുമൊക്കെ നടന്നാലും പ്രതിഷേധിക്കാത്തത്? 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിൽ കടന്നു കയറി ആയിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിയപ്പോൾ ഇപ്പോഴും തട്ടിക്കൊണ്ടുപോയ ആളുകളെ ബന്ധികളാക്കി തുടരുമ്പോഴും എന്തുകൊണ്ടാണ് ഈ സോക്കോൾഡ് സമാധാന പാലകർ ഒന്നും ഒരക്ഷരം മിണ്ടാത്തത്? ഒക്ടോബർ 7 ഉണ്ടായിരുന്നില്ലെങ്കിൽ ഗാസ ഒരുപക്ഷെ ഇന്നീ കാണും വിധം ചിതറിത്തെറിക്കുമായിരുന്നില്ല. 1.5 കൊല്ലം മുൻപ് പിടിച്ചുകൊണ്ടുപോയ ബന്ധികളെ ഇന്നും ഇരുട്ടറകളിൽ അടച്ചിട്ട് കൊല്ലാക്കൊല ചെയ്യുന്ന, അവരുടെ മൃതദേഹങ്ങൾ വെച്ച് പട്ടിഷോ കാണിക്കുന്ന ക്രൂരത ഹമാസ് നിർത്തിയിരുന്നെങ്കിൽ ഗാസക്കാർക്ക് ഒരുപക്ഷെ ഈ ഗതികേട് വരുമായിരുന്നില്ല. സ്വന്തം ജനതയെ മനുഷ്യ കവചങ്ങളാക്കി മുന്നിലേക്കിട്ട് തുരങ്കങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന, സ്വന്തം ജനതയുടെ ഭക്ഷണവും സമ്പത്തും കൊള്ളയടിക്കുന്ന, അവരുടെ ദുരന്തങ്ങൾ വെച്ച് ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് നടത്തുന്ന, അവരുടെ മരണങ്ങൾ വെച്ച് വിലപേശുന്ന ഹമാസ് എന്ന ജിഹാദി കൂട്ടങ്ങളാണ് യഥാർത്ഥത്തിൽ ഗാസൻ ജനതയുടെ യഥാർത്ഥ ശത്രു എന്ന് പറയാൻ മറ്റു രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല. പ്രൊപ്പഗൻഡ വാറിന്റെ കരുത്തുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് കഴിയുന്നുമില്ല. അതിനെയൊക്കെ, ഹമാസിനെ പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെയൊക്കെ തീറ്റിപ്പോറ്റുന്നതും ഇറാനാണ് എന്ന യാഥാർത്ഥ്യവും ഇവർ മറന്നു പോവുകയാണ് മനഃപൂർവ്വം. അതിന്റെ പേരാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള കൂറ് എന്നത്. ആണവ നിർവ്യാപന ബാധ്യത ഇറാൻ ലംഘിച്ചുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഇറാനെ ആരും തിരുത്താൻ തയ്യാറാകാത്തത്? ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് ഇറാനെ അങ്ങനെ പറയാത്തത്? ഇവിടെയാണ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ടത്, സത്യം അളക്കേണ്ടത്, യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത്. ഈ യുദ്ധത്തിൽ, ഈ പ്രശ്നത്തിൽ നിങ്ങൾ ആർക്കൊപ്പം എന്ന ചോദ്യത്തിന് ഉത്തരമായി വ്യക്തിപരമായി എനിക്കന്നും ഇന്നും ഇനി അങ്ങോട്ടും ഒരു ഉത്തരമേ ഉള്ളൂ. അത് ഇസ്രായേൽ എന്ന് തന്നെയാണ്.